ഡോക്ടർ പ്രേംകുമാർ, ഞാൻ അതിലൊന്നും ഇല്ല, പ്രതിപക്ഷത്തിന് ഫീൽ ചെയ്യുന്നില്ലെന്നേ. നിങ്ങളൊക്കെ കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിൻ്റെ മാറ്റത്തെ സംബന്ധിച്ച്, നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ വന്നിട്ടുള്ള വേഗതയെക്കുറിച്ച്, പഴഞ്ചൻ രീതികൾ പലതിലും മാറിയത്, ഒരു ഇൻക്ലൂസീവായിട്ടുള്ള ഗ്രോത്ത്, സാധാരണക്കാരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാർ, ഇങ്ങനെ ഒരുപാട് നിലകളിലൊക്കെ നിരൂപിക്കുമ്പോഴും പ്രതിപക്ഷത്തിന് ഫീൽ ചെയ്യുന്നില്ല ഇതൊന്നും. ഇതൊക്കെ പിണറായി വിജയൻ്റെ ഹസ്തരേഖ മാത്രമാണ് എന്നാണ് വസന്ത് ഈ ചർച്ചയ്ക്ക് വേണ്ടി പറഞ്ഞു വെച്ചത്. കേട്ടല്ലോ. അല്ല, വസന്ത് പറഞ്ഞത് കേട്ടു, ഞാൻ നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്തു. വസന്തിനെ പരമാവധി സമയം സംസാരിക്കാൻ വിടണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതിലൂടെ ആൾക്കാർക്ക് മനസ്സിലാവും UDF എന്താണ് പറയാനില്ലാത്തത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. വസന്ത് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും എടുത്ത് പറയാന്നുള്ളതൊന്നും, വസന്തിനെ ഇൻവൈറ്റ് ചെയ്ത് ശരത്താണ്, ശരത്തിന്റെ ഉത്തരവാദിത്തമാണ്, എന്റെ ഉത്തരവാദിത്തമല്ല. എന്തായിരുന്നാലും ആശാ വർക്കേഴ്സിന് 700 രൂപ ആക്കി കൊടുക്കുമെന്ന് LDF ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പഞ്ചായത്തുകളുടെ ഡിജിറ്റൈസേഷനെ പറ്റി അന്ന് ഞാൻ ശരത്തിനോട് പറഞ്ഞിരുന്നു, ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ പോയിട്ട് അവിടെ കമ്പ്യൂട്ടർ ഓഫ് ആയിരുന്നു, അതുകൊണ്ട് നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറയുന്നത് ഇന്ന് എന്താ പറയുക, നേരിൽ കേൾക്കാൻ പറ്റി. പിന്നെ എന്താണെന്ന് വെച്ചാലേ, കേരളത്തിന്റെ ചരിത്രത്തിലായിരുന്നാലും ഇന്ത്യയുടെ ചരിത്രത്തിലായിരുന്നാലും ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ വെച്ച് ഇലക്ഷനെ ഫേസ് ചെയ്തതിന് ശേഷം, അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ വർഷവും അതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കുക എന്നുള്ളത് കേരളത്തിൽ ഒന്നാം പിണറായി സർക്കാർ തുടങ്ങി വെച്ചൊരു കാര്യമാണ്. അത്യാവശ്യം നല്ല റിസ്ക് ഉള്ള കാര്യമായിരുന്നു അത്. കാരണം എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാനൊന്നും പറ്റില്ല. ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറയുന്ന ഒന്നാം പിണറായി സർക്കാർ 100% കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. 90-92% കാര്യങ്ങളാണ് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. കുറച്ചുകൂടി ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞത്. രണ്ടാം തവണ വന്നപ്പോൾ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഉള്ള വലിയൊരു ഡോക്യുമെന്റുമായിട്ടാണ് ആളുകളെ ഫേസ് ചെയ്തത്. അതും ഓരോ വർഷവുമായിട്ട് ഇത്ര കാര്യങ്ങൾ നടപ്പിലാക്കി, ഇത്ര കാര്യങ്ങൾ നടപ്പിലാക്കിയില്ല എന്നാണ് പറയുന്നത്. കുറെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ബാക്കിയുണ്ട്. അത് ജനങ്ങളോട് തുറന്നു പറയാണ് ചെയ്യുന്നത്, സുതാര്യമായിട്ട് പറയാ ചെയ്യുന്നത്. പിന്നെ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ, നമ്മുടെ ഇന്ത്യയുടെ കേരളത്തിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ മെച്ചപ്പെട്ടതാണോ എന്ന് അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെയും സ്വതന്ത്ര ഏജൻസികളുടെ റിപ്പോർട്ട് നോക്കുക എന്നുള്ളതാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ കാര്യത്തിൽ 2018 മുതൽ കേരളം ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ്. അത് പിണറായി വിജയൻ പറയുന്നതല്ല, പ്രേംകുമാർ പറയുന്നതല്ല, അത് കേന്ദ്ര ഗവൺമെന്റ് ഫൈൻഡിംഗ് ആണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അതിന്റെ പേര് മാറിയിട്ടുണ്ട്, വേറെന്തോ ആക്കിയിട്ടുണ്ട്. ആ പറയുന്ന സ്ഥാനത്തിൽ നമ്പർ 1 ആണ് കഴിഞ്ഞ വർഷം. ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ കേരളം 2 വർഷമായിട്ട് 1ാം സ്ഥാനത്താണ്. ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ ഇന്നലെ തിരുവനന്തപുരത്ത് ഷവർമ കഴിച്ചിട്ട് ഒരാൾ മരിച്ചില്ല എന്നൊന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് മറുപടി പറയാൻ പറ്റില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം ഫുഡ് സേഫ്റ്റി എന്താ പറയുക ഇൻഡെക്സിൽ ഫസ്റ്റ് ആണ്. ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസിലും അതിന്റെ ഗ്രോത്തിലും കേരളം നമ്പർ 1 ആണ്. കേന്ദ്രമന്ത്രിമാർ വരെ പറയുന്നു ഇവിടെയാണ് ഹയർ എഡ്യൂക്കേഷൻ ഓപ്ഷൻസ് കൂടുതലുണ്ടെന്നുള്ളത്. PSC അപ്പോയിന്റ്മെന്റ്സ് ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ നടത്തുന്നത് കേരളത്തിലാണെന്ന് കണക്കുകൾ പറയുന്നു. 4 ലക്ഷത്തിനടുത്ത ആളുകളെയാണ് 2 ടേമിലായിട്ട് 9 വർഷം കൊണ്ട് ഈ ക്രൂരനായ പിണറായി വിജയൻ PSC വഴി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കേന്ദ്ര ബജറ്റിലാണ് കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഇന്റർനെറ്റ് കണക്ടിവിറ്റി കൊണ്ടുവരുമെന്ന് പറഞ്ഞത്. കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഇന്റർനെറ്റ് കണക്ടിവിറ്റി കുറെ മുന്നേ കൊടുത്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്തും കുറച്ച് സ്കൂളുകളിൽ കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ മുഴുവൻ സ്കൂളുകളിലും അത് സാധ്യമാക്കിയത് പിണറായി വിജയന്റെ 1ാം സർക്കാരിന്റെ കാലത്താണ്. എക്സ്ട്രീം പോവർട്ടി എന്ന് പറയുന്ന സാധനം ഇത്രയൊക്കെ കാലം EMSന്റെ കാലം മുതൽ K കരുണാകരനിലൂടെ, R ശങ്കറിലൂടെ, ഉമ്മൻചാണ്ടിയിലൂടെ, AK ആന്റണിയിലൂടെ, AKGയുടെ പേരും പറയുന്നത് കേട്ടോ, അദ്ദേഹം എപ്പോഴാണ് മുഖ്യമന്ത്രിയായെന്ന് എനിക്കറിയില്ല. പിന്നെ ഇങ്ങനെ പോവർട്ടി വല്ലാതെ നമ്മൾ എന്താ പറയുക പരിഹരിച്ചു വന്നിട്ടുണ്ട്. എന്നാലും അതിദരിദ്രരുണ്ടായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ അതിദരിദ്രരില്ലാത്ത മണ്ഡലമായിട്ട് പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്തെയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അതിൻ്റെ അകത്ത് വലിയൊരു സ്വാർത്ഥ താല്പര്യമുണ്ട്. അതിനെപ്പറ്റി ഒരു പത്രസമ്മേളനം ഇവർക്ക് നടത്താവുന്നതാണ്. എക്സ്ട്രീം പോവർട്ടി ഇല്ലാത്ത രാജ്യമായിട്ട് നവംബർ 1 പ്രഖ്യാപിക്കുകയാണ്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആദ്യം തുടങ്ങിയത് കേരളത്തിലാണ്. ലാൻഡ് റെക്കോർഡ്സ് കംപ്ലീറ്റ് ഡിജിറ്റൽ ആക്കിയത് കേരളത്തിലാണ്. 100% സ്റ്റാമ്പിംഗ് നമ്മുടെ നാട്ടിലാണ്. സ്മാർട്ട് നമ്മുടെ നാട്ടിലാണ് വന്നിട്ടുള്ളത്. 50 കോടിയുടെ മേലെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു പ്രോജക്റ്റ് 7 ദിവസം കൊണ്ട് ലൈസൻസ് കൊടുക്കുന്ന സിസ്റ്റം ഒരു ഡിജിറ്റൽ ഡിജിലൂഷൻ എന്ന് പറയുന്ന സാധനമാണ്. അതൊരു ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയേക്കാൾ കൂടുതൽ. കേരളത്തിലെ വലിയൊരു പ്രശ്നമാണ് വേസ്റ്റ് ഇഷ്യൂ, വേസ്റ്റ് മെനാസ് എന്നുള്ളത്. ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുമെങ്കിൽ പോലും 90% കളക്ട് ചെയ്ത് കളഞ്ഞു എന്നാണ് പറയുന്നത്. ബ്രഹ്മപുരത്ത് നിന്നുള്ള വേസ്റ്റ് അതാ ലോറിയിൽ കയറ്റിയിട്ട് ദുബായിലേക്ക് കൊണ്ടുവരുന്നു. ലോറിയിൽ തന്നെ ദുബായിലേക്ക് കൊണ്ടുവരുന്നല്ല, ഇവിടുന്ന് ലോറി കയറ്റിയിട്ട് ഇനി അത് കണ്ടെയ്നർ വഴി ദുബായിലേക്ക് കൊണ്ടുപോകും. ദുബായിലുള്ള പിണറായി വിജയന്റെ മകന്റെ അമ്മായിയപ്പന്റെ കമ്പനിയിലേക്കാണ് കൊണ്ടുപോയെന്ന് ബസന്ത് ഒരുപക്ഷെ അടുത്ത് പറയാൻ സാധ്യത. എന്തായാലും ദുബായിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇവിടുന്നുള്ള ബ്രഹ്മപുരത്തുള്ള വേസ്റ്റ് എങ്ങനെ മാന്യൂർ ആക്കുക എന്നുള്ളതിന്റെ ഒരു ഗ്ലോബൽ എക്സാമ്പിൾ ആവുകയാണ്. 24 ഏക്കർ ഭൂമിയാണ് അവിടെ റീക്ലെയിം ചെയ്തത്.
ഇതെല്ലാം ചെയ്യുന്നത് ഭയങ്കര അതിഭയങ്കരമായ അത്ഭുതമാണെന്നോ ഏതെങ്കിലും ഒരാളുടെ, ഒരു മന്ത്രിയുടെയോ ഒരു മുഖ്യമന്ത്രിയുടെയോ ഭയങ്കരമായ വൈശിഷ്ട്യം കൊണ്ടാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. വളരെ ഫോക്കസ്ഡ് ആയിട്ട്, വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ പ്രൊഫഷണൽ ആയിട്ട്, കറപ്ഷൻ ഇല്ലാതെ, അഴിമതി ഇല്ലാതെ തങ്ങളുടെ പണി ഇതാണ്, നാട്ടുകാർ ഇതാണ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്, ഇത് ചെയ്യുകയാണെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ചുറ്റിനുമുണ്ടാവുന്ന മീഡിയയും പ്രതിപക്ഷവും BJP ഒക്കെ ഉണ്ടാക്കുന്ന ബഹളങ്ങളെ കൂസാതെ അത് ചെയ്യാനുള്ള ഒരു നിശ്ചയദാർഢ്യം ഈ മനുഷ്യന്, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ട്. അതിന്റെ തെളിവാണ് ഈ കാണുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്ന ബഹളങ്ങൾക്ക്, ഇപ്പൊ ബസന്ത് പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് ഈ 1 മണിക്കൂർ പോക്കാം, അതിന് മെനക്കെടാതെ അത് അവരെ അവിടുന്ന് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആളുകൾക്ക് മനസ്സിലാവും. ഇദ്ദേഹത്തിനേക്കാൾ വലിയൊരു വക്കീലുണ്ട്, അത് തൊന്റെ അപ്പുറത്തെ കുന്നത്തുനാട് മണ്ഡലത്തിൽ നിന്ന് തുടങ്ങിയ റോഡ് മൂവാറ്റുപുഴയെ കൂടെ പോകുന്നിടത്ത് ടാർ ചെയ്തില്ല, പിന്നെയും അപ്പുറത്ത് ടാർ ചെയ്യുന്നു. ഇത് മുഹമ്മദ് റിയാസിന്റെ ക്രൂരതയാണെന്ന് നിയമസഭയിൽ പറഞ്ഞൊരു സുപ്രീം കോടതി വക്കീലുണ്ട്, ഇവരുടെ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ നേതാവ് മാത്യു കുഴൽനാടൻ. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നബാർഡിന്റെ പദ്ധതിയിൽ ഉണ്ടാകുമ്പോൾ ആ MLA-യുടെ മണ്ഡലത്തിലാണ് എന്ന് അറിയാതെ അതുപോലെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതായത് തീരെ ഫോക്കസ്ഡ് അല്ലാത്ത ആളുകളാണ് ഞങ്ങൾ എന്ന് കേരളത്തിലെ പ്രതിപക്ഷ, അതിന്റെ ഏറ്റവും ചെറുപ്പക്കാരായ ആളുകൾ പോലും ആളുകൾ മുന്നിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ ബേജാറാവാണ് ഇതാ 3ാം തവണയും പിണറായി വിജയൻ വരുന്നു എന്നുള്ളത്. ജനങ്ങൾ ഇതെല്ലാം കാണുന്നതാണ്, അവർക്ക് നല്ല ബോധ്യമുണ്ട്, അവർ വളരെ പ്രൊഫഷണലാണ്. ആരാണ് ഫോക്കസ്ഡ് ആയി സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്? ഈ മാർച്ച് 31-ന് ഞാൻ കോഴിക്കോട് താമസിക്കുന്ന ആളാണ്, എൻ്റെ വീട് എടപ്പാളിലാണ്. കോഴിക്കോട് മുതൽ ഏകദേശം അങ്ങ് കൊടുങ്ങല്ലൂർ വരെയുള്ള നാഷണൽ ഹൈവേ കംപ്ലീറ്റ് ഓപ്പൺ ആവുകയാണ്. ഇനി ഈ 80 കിലോമീറ്ററുള്ള കോഴിക്കോട് നിന്ന് എടപ്പാളിലേക്ക് എനിക്ക് എത്താൻ 1 മണിക്കൂർ താഴെ വേണ്ടുള്ളൂ. ഞാൻ വളരെ ഹാപ്പിയാണ്. 5-6 മാസം കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ളത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഓഫീസ് പൂട്ടിയിട്ട് പോയതായിരുന്നു. കല്ലിട്ടത് ഉമ്മൻചാണ്ടിയാണെന്ന് തന്നെ നമുക്ക് സമ്മതിക്കാം, യാതൊരു സംശയവുമില്ല. ഇത് ഒരു പിണറായി വിജയന്റെ മാന്ത്രിക വിദ്യയൊന്നുമല്ല. ആദ്യകാലം മുതലേ കേരളത്തിന്റെ ഒരു ഡെവലപ്മെന്റൽ കൾച്ചർ ഉണ്ട്. പക്ഷെ അതില് അതിഗംഭീരമായ ഒരു വേഗം, അതിഗംഭീരമായ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ട്. അത് ഹിസ്റ്റോറിക്കലി പ്രൂവൺ ആണ്, ഡോക്യുമെന്റഡ് ആണ്. നിങ്ങൾ അതിന്റെ ഇടയിലുള്ള ചെറിയ മിസ്സിങ്സ് കണ്ടെത്തി പറഞ്ഞാൽ അതും കൂടെ പരിഹരിക്കുകയാണ് ചെയ്യാം. ഏത് പഞ്ചായത്തിലാണ് ഈ പ്രശ്നമെന്ന് ബസന്ത് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നു ഇന്ന് തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കും. അതെങ്കിലും ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മാവേലി സ്റ്റോറിൽ മരുന്ന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അപഹാസ്യനാവുന്ന പ്രതിപക്ഷ നേതാവിനെ അല്ല കേരളത്തിന് ആവശ്യം. റൈറ്റ്.